എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. നമ്മൾ ഇന്ന് 2025 മാർച്ചിൽ ഉണ്ടാകുന്ന ശനിമാറ്റം മൂലം മേടക്കൂറുകാർക്കുണ്ടാകാവുന്ന ഗുണദോഷ അനുഭവങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ഗ്രൂപ്പാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാവുന്നതാണ്. കാരണം ചാരവശാൽ ശനിയും വ്യാഴവും വളരെ അനുകൂലമായ സ്ഥിതിയിലാണ് ഇപ്പോൾ മേടക്കൂറുകാർക്ക്. ശനി അഭീഷ്ടസ്ഥാനമായ 11-ലും, വ്യാഴം ധനസ്ഥാനമായ 2-ാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി വളരെ അനുകൂലമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് മേടക്കൂറുകാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാവുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും വളരെ ഗുണദായകമായ ഫലങ്ങളിൽ കാരണമായി തീരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കർമ്മമേഖലയിലായാലും മറ്റ് ഏതൊരു മേഖലകളിലൂടെ പോയിട്ടുള്ളവർക്കും ശനിയുടെ ഗുണാനുഭവങ്ങളും വ്യാഴത്തിൻ്റെ 2-ാം ഭാവത്തിലെ സ്ഥിതി മൂലം സാമ്പത്തികമായ അഭിവൃദ്ധികളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. കുടുംബത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും സൗഹൃദങ്ങൾക്കിടയിലായാലും എവിടെയായാലും മേടക്കൂറുകാർക്ക് ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയം, അതായത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി വളരെ അനുകൂലമായ ഒരവസ്ഥയാണെന്ന് പറയാവുന്നു. എന്നിട്ട് പോലും മേടക്കൂറിൽപ്പെട്ട പലരും എന്നെ സമീപിച്ചിട്ട് മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഗോചരവശാലുള്ള അനുകൂല സ്ഥിതി മാത്രമല്ല അവരുടെ പ്രശ്നത്തിന് കാരണം. അവർക്ക് അനുകൂലമാണ് വ്യാഴവും ശനിയും എങ്കിൽ പോലും ഗ്രഹനിലയിൽ അനിഷ്ടസ്ഥാനത്ത് വ്യാഴവും ശനിയും സ്ഥിതി ചെയ്യുന്നവർക്ക് ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ഗ്രഹനില പരിശോധിക്കുമ്പോൾ അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അപഹാരകാലങ്ങൾ അവരെ സ്വാധീനിക്കും എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് പലർക്കും ഇത്രയും നല്ലൊരു അവസരത്തിലൂടെ കടന്നു പോയിട്ടും അതിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പ്രധാനമായിട്ട് ഈ 2 കാരണങ്ങൾ. ഒന്ന്, ഗ്രഹനിലയിലെ വ്യാഴം, ശനി ഈ 2 ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതിയും ഒപ്പം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദശാനാഥൻ്റെ സ്ഥിതിയും കൂടി കണക്കിലെടുത്താണ് പലർക്കും ഇത്തിരി മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ പൊതുവെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അനുകൂലമായ സ്ഥിതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പായിട്ടും പറയാവുന്നതാണ്. ഈ സ്ഥിതി മാർച്ച് വരെ തുടരുന്നതായിരിക്കും. മാർച്ചിലെ ശനി മാറ്റം പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. മേടക്കൂറുകാർ അക്കാര്യം വളരെയേറെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. കാരണം അഭീഷ്ടസ്ഥാനത്ത് നിന്നിരുന്ന ശനി ഇനി 12-ാം ഭാവത്തിലേക്കാണ് മാറി സഞ്ചരിക്കുന്നത്. 12 എന്ന് പറയുമ്പം മേടക്കൂറുകാർക്ക് 12 എന്ന് പറയുന്നത് മീനം രാശിയാണ്. മീനം രാശിയിലേക്കാണ് ശനി പരിവർത്തനം ചെയ്യുന്നത്. അതായത് 7ര ശനിയുടെ തുടക്കമാണ്. 7ര ശനിയുടെ തുടക്കമായതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകാവുന്നതാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മരംഗത്ത് ഏതൊരു കർമ്മമേഖലയിലാണെങ്കിലും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം. ഉദ്യോഗാർത്ഥികൾക്കൊക്കെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായി മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ. കഠിനമായി തന്നെ പരിശ്രമിക്കേണ്ടി വരും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് കുറച്ച് ഉഴപ്പും കാര്യങ്ങളും ഒക്കെ പഠനത്തിൽ ഉണ്ടാകാവുന്നതാണ്. അത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം. പഠനത്തിലൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. കലാകാരന്മാർക്കൊക്കെ കുറച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും 7ര ശനി കാലഘട്ടത്തിൽ എന്ന കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെ വിവിധ തുറകളിൽപ്പെട്ടവർക്ക്
ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുണാനുഭവങ്ങളിൽ ചെറിയ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് മേടക്കൂറുകാർ മാർച്ച് മുതൽ, അതായത് ഏപ്രിൽ മുതൽ, ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ മുതൽ അങ്ങോട്ടുള്ള ഒരു വർഷക്കാലം കുറച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാധ്യതകളെ കരുതിയിരിക്കേണ്ടതാണ്. അത് മുൻകൂട്ടി മനസ്സിലാക്കി കാര്യങ്ങളെ ഗ്രഹിച്ച് പോയാൽ പല പ്രതിസന്ധികളിൽ നിന്നും അകന്നു നിൽക്കുന്നതിനും സാമ്പത്തികമായ പ്രതിസന്ധികളെയൊക്കെ മറികടക്കുന്നതിനും കഴിയുന്നതായിരിക്കും. കുടുംബത്തിലായാലും കർമ്മരംഗത്തായാലും പല വിധത്തിലുള്ള ശത്രുക്കളുടെ പീഡകളും ഒക്കെ ഈ കാലഘട്ടത്തിൽ വന്നു ചേരാവുന്നതാണ് എന്ന കാര്യം മനസ്സിലാക്കി അതിനെയൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കേണ്ടതും അനിവാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അത് മനസ്സിലാക്കിയിരുന്നാൽ ഇത്തരം സന്ദർഭങ്ങളെ മുൻകൂട്ടി അറിഞ്ഞ് അതനുസരിച്ച് പ്രതിസന്ധികളിൽ നിന്നും അകലം പാലിക്കുവാനും സമയദോഷത്തെ ഒരു പരിധിവരെ മറികടക്കാനും കഴിയും എന്നുള്ളത് കൊണ്ടാണ്. ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒപ്പം ശനിയും വ്യാഴവും ഒക്കെ വളരെ അനുകൂലമായിട്ട് ഗ്രഹനിലയിൽ നിൽക്കുന്നവർക്ക്, വളരെ അനുകൂലമായ യോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത്തരം പ്രതിസന്ധികൾ വലിയ രീതിയിൽ ബാധിക്കത്തില്ല എന്നുള്ളൊരു ഗുണം കൂടിയുണ്ട്. അതൊക്കെ മനസ്സിലാക്കി പോകുന്നതും ജീവിതത്തിൽ വളരെയേറെ ഗുണങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക, അതുപോലെ ശബരിമല പോകാൻ കഴിയുന്നവർക്ക് ശബരിമല പോയി ദർശനം നടത്തുന്നതൊക്കെ വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും. അതുപോലെ ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുകയും, അതുകൂടാതെ ഓരോരോ കർമ്മ മേഖലയിൽപ്പെട്ടവർ അല്ലെങ്കിൽ മാത്രമല്ല അനുഷ്ഠാന കലകളിലും വ്യത്യാസങ്ങളുണ്ടാവും. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടദേവതകളെ അല്ലെങ്കിൽ അവർ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽ വ്യാപൃതരായിരിക്കുക, അത്തരം അനുഷ്ഠാനങ്ങളൊക്കെ പാലിച്ച് അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ദോഷവശങ്ങളെ കുറയ്ക്കാൻ കഴിയുന്നതായിരിക്കും. അതൊക്കെ മനസ്സിലാക്കിയിരിക്കുവാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. വളരെയേറെ ശ്രദ്ധിച്ചു പോയാൽ പൂർണ്ണമായിട്ടും ദോഷവശങ്ങളെ കുറയ്ക്കാൻ കഴിയുന്നതായിരിക്കും. ഒപ്പം ഈശ്വരാധീനം വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. കഴിയുമെങ്കിൽ ഗ്രഹനില പരിശോധിപ്പിച്ച് വേണ്ട വഴിപാടുകളുമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുവാൻ മേടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ജീവിതാനുഭവങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഒപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കുകൾ, ഷെയർ ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.